ശിവന്റെ ജീവിതത്തിലെ സവിശേഷമായ ഒരു കാര്യമെന്തെന്നാൽ അദ്ദേഹം ഒരിക്കലും ബീജം കളഞ്ഞിട്ടില്ല. ശിവന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായി. ഒരു വലിയ അനീതി നടന്നു. തത്ഫലമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ സതി അതിൻ്റെ ബലിയാടായി. അങ്ങനെ അവർ സ്വയം തീ കൊളുത്തി. അദ്ദേഹം അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാനാവില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം അത്ര നിശ്ചലമായിരുന്നു. അത് പ്രവൃത്തിക്ക് അനുകൂലമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു മുടിനാര് പറിച്ചെടുത്ത് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരൻ എന്നാൽ ഒരു പോരാളി, ഒരു ധൈര്യശാലി. വീര എന്ന വാക്ക് വീര്യ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. വീര്യ എന്നാൽ ബീജം, വിത്ത്. മനുഷ്യൻ അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ രണ്ടു കാര്യങ്ങൾ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് വീരഭദ്രൻ എന്നാൽ ഒരു മുടി മാത്രമാണ്, ഒരു മുടിനാര്. ആ അനീതി ചെയ്ത രാജാവിനെയും അയാളുടെ ഭടന്മാരെയും അദ്ദേഹം ഒറ്റയ്ക്ക് പോയി കൊന്നു. ഈ കഥ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്. അതായത് ശിവൻ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും ബീജമെടുത്തതിനാൽ മുടി അത്രത്തോളം ശക്തമാണ്. അതായത് ഒരൊറ്റ മുടിനാരിന് ഒരു മുഴുവൻ പട്ടാളത്തെയും കൊല്ലാൻ കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ ഒരു മനുഷ്യൻ പ്രത്യുൽപാദന പ്രക്രിയയിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ശരീരവുമായുള്ള ബന്ധം കുറയും. ശരീരവുമായുള്ള ബന്ധം കുറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് ഭയമുണ്ടാവില്ല. ഭയമില്ലെങ്കിൽ സ്വാഭാവികമായും അയാൾ ഒരു വീരനാകുന്നു.